പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് 114 ദിവസം നാം വായിക്കുന്നത് ലേവ്യ പുസ്തകം 24 അധ്യായം, സങ്കീർത്തനങ്ങൾ 115 അധ്യായവും അപ്പോസ്തല പ്രവൃത്തി 25 അധ്യായവുമാണ്. ലേവ്യ പുസ്തകം 24 അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്ക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വെക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം. നീ നേരിയ മാവെടുത്ത് അതുകൊണ്ട് 12 ദോശ ചുടേണം. ഓരോ ദോശ 2 ഡങ്ങഴി മാവ് കൊണ്ട് ആയിരിക്കണം. അവയെ യഹോവയുടെ സന്നിധിയിൽ തങ്കമേശമേൽ 2 അടുക്കായിട്ട് ഓരോ അടുക്കിൽ 6 വീതം വെക്കണം. ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തുരുക്കവും വെക്കണം. അത് അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവയ്ക്ക് ദഹനയാഗമായിരിക്കണം. അവനത് നിത്യമായിട്ട് ഇസ്രായേൽ മക്കളോട് വാങ്ങി ശബത്ത് തോറും യഹോവയുടെ സന്നിധിയിൽ നിരന്തരമായി അടുക്കി വെക്കണം. അത് അഹരോനും പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം. അവർ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് തിന്നണം. അത് അവന് ശാശ്വത അവകാശമായി യഹോവയുടെ ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധമാകുന്നു. അനന്തരം ഒരു ഇസ്രായേല്യ സ്ത്രീയുടെയും ഒരു മിസ്രയീമിന്റെയും മകനായ ഒരുത്തൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ പുറപ്പെട്ടു. ഇസ്രായേല്യ സ്ത്രീയുടെ ഈ മകനും ഒരു ഇസ്രായേലിനും തമ്മിൽ പാളയത്തിൽ വെച്ച് ശണ്ടയിട്ടു. ഇസ്രായേല്യ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ച് ശപിച്ചു. അതുകൊണ്ട് അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ അമ്മയ്ക്ക് ശെലോമീത്ത് എന്നു പേർ. അവൾ ദാൻ ഗോത്രത്തിൽ ദിബ്രി എന്നൊരുവന്റെ മകളായിരുന്നു. യഹോവയുടെ അരുളപ്പാട് കിട്ടേണ്ടതിന് അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ശപിച്ചവനെ പാളയത്തിനു പുറത്തു കൊണ്ടുപോക. കേട്ടവർ എല്ലാവരും അവന്റെ തലയിൽ കൈവച്ച ശേഷം സഭയൊക്കെയും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും തന്റെ ദൈവത്തെ ശപിച്ചാൽ അവൻ തന്റെ പാപം വഹിക്കും. യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. സഭയൊക്കെയും അവനെ കല്ലെറിയണം. പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ മൃഗത്തിനു പകരം മൃഗത്തെ കൊടുക്കണം. ഒരുത്തൻ കൂട്ടുകാരന് കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോട് ചെയ്യണം. ഒടുവിനു പകരം ഒടുവ്, കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല്. ഇങ്ങനെ അവൻ മറ്റവന് കേടുവരുത്തിയതുപോലെ തന്നെ അവനും വരുത്തേണം. മൃഗത്തെ കൊല്ലുന്നവൻ അതിന് പകരം കൊടുക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. നിങ്ങൾക്ക് പരദേശിക്കും സ്വദേശിക്കും ഒരു പ്രമാണം തന്നെ ആയിരിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ദുഷിച്ചവനെ പാളയത്തിനു പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. 115 സങ്കീർത്തനം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ടുകൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്ക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്ക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും.
അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. യഹോവയെ സ്തുതിപ്പീൻ. അപ്പോസ്തല പ്രവൃത്തി 25-ാം അധ്യായം. ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം കൈസരിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിന്റെ നേരെ അവന്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ചു. ദയചെയ്ത് അവനെ യെരുശലേമിലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലോസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു. വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളവാൻ അവർ ഒരു പതിയിരിപ്പ് നിർത്തി. അതിന് ഫെസ്തോസ്, പൗലോസിനെ കൈസരിയിൽ സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട്. നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യന്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഏകദേശം 8-10 ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസർക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് ന്യായാസനത്തിൽ ഇരുന്ന് പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു. അവൻ വന്നാറെ യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റും നിന്ന് അവന്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു. പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ ദൈവാലയത്തോടാകട്ടെ കൈസരോടാകട്ടെ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചാറെ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട്, യെരുശലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ്, ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാനൊരു അന്യായവും ചെയ്തിട്ടില്ല, അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു. ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുപ്പാൻ ആർക്കും കഴിയുന്നതല്ല. ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫെസ്തോസ് തന്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട്, കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു, കൈസരുടെ അടുക്കലേക്ക് നീ പോകുമെന്ന് ഉത്തരം പറഞ്ഞു. ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവും ബെർണീക്കയും ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസരിയിലെത്തി. കുറെ നാൾ അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പൗലോസിന്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞത്, ഫെലിക്സ് വിട്ടേച്ചു പോയൊരു തടവുകാരനുണ്ട്. ഞാൻ യെരുശലേമിൽ ചെന്നപ്പോൾ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എന്റെ അടുക്കൽ വന്ന് അവന്റെ നേരെ അന്യായം ബോധിപ്പിച്ച് വിധിക്ക് അപേക്ഷിച്ചു. എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് പ്രതിവാദിപ്പാൻ ഇടകിട്ടും മുമ്പേ യാതൊരു മനുഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമർക്ക് മര്യാദയല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു. ആകയാൽ അവർ ഇവിടെ വന്നു കൂടിയാറെ ഞാൻ ഒട്ടും താമസിയാതെ പിറ്റേന്ന് തന്നെ ന്യായാസനത്തിലിരുന്ന് ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. വാദികൾ അവന്റെ ചുറ്റും നിന്ന് ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റം ഒന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവനെ കുറിച്ചും ചില തർക്കസംഗതികളെ കൊണ്ടുവരുന്നതേയുള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയാകിയാൽ നിനക്ക് യെരുശലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ പൗലോസ് ചക്രവർത്തി തിരുമനസ്സിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണമെന്ന് അഭയം ചൊല്ലുകയാൽ കൈസരുടെ അടുക്കൽ അയക്കുവോളം അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു. ആ മനുഷ്യന്റെ പ്രസംഗം കേൾപ്പാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് അഗ്രിപ്പാവ് ഫെലിസ്തോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാമെന്ന് അവൻ പറഞ്ഞു. പിറ്റേന്ന് അഗ്രിപ്പാവ് ബെർണീക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു. സഹസ്രാധിപകളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാറെ ഫെസ്തോസിന്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു. അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത്, അഗ്രിപ്പ രാജാവേ, ഇവിടെ വന്നു കൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ, യഹൂദന്മാരുടെ സമൂഹം എല്ലാം യെരുശലേമിലും ഇവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോട് വെച്ചേക്കരുത് എന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ
നിങ്ങൾ കാണുന്നുവല്ലോ, അവൻ മരണയോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു. അവൻ തന്നെയും ചക്രവർത്തി തിരുമനസ്സിലെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അവനെക്കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായത് ഒന്നുമില്ല. അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപ്പാ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു. തടവുകാരനെ അയക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു.